പശ്ചിമ ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയമിച്ചതിനെതിരായ തൃണമൂൽ കോൺഗ്രസ് ഹർജി സുപ്രീം കോടതി തള്ളി. കൊൽക്കത്ത ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ കോടതി വിസമ്മതിച്ചു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇപ്പോൾ വോട്ടെണ്ണലിനായി കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയമിച്ചതിനെതിരായ ഹർജി ഇപ്പോൾ സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാടകീയമായ സംഭവങ്ങളൊക്കെയാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. അതിനിടയിലാണ് പുതിയ ഒരു പരാതിയുമായി നേരത്തെ തൃണമൂൽ കോൺഗ്രസ് ആദ്യം കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചത്. അത് ഇങ്ങനെയാണ്, അതായത് ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയൊക്കെ സൂപ്പർവൈസർമാർ അല്ലെങ്കിൽ ഒബ്സർവർമാർ എന്നിങ്ങനെ നിയമിക്കാനായി ഒരു സർക്കുലർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരുന്നു. ഇതിനെതിരെ നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസ് കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടി അത് പക്ഷാപാതപരമാണ്. ഈ ബി ജെ പി ഭരിക്കുന്ന സർക്കാർ, BJP നേതൃത്വത്തിലുള്ള സർക്കാരിലെ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത് പക്ഷാപാതപരമായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ആരോപണമൊക്കെയാണ് തൃണമൂൽ കോൺഗ്രസ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്നത്. ഏതായാലും അന്ന് കൊൽക്കത്ത ഹൈക്കോടതി ഈ ഹർജി തള്ളിയിരുന്നു. പിന്നാലെയാണ് സുപ്രീം കോടതിയെ ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് സമീപിച്ചത് ഈ പരാതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പക്ഷേ ആ പരാതിയിൽ ഇടപെടാൻ കോടതി ഇപ്പോൾ വിസമ്മതിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ രണ്ടംഗ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. അതിൽ ഈ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി ഇന്ന് ഹാജരായത് മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലാണ്. കപിൽ സിബൽ ഈ ഹർജിയിൽ കോടതിയിൽ പ്രധാനമായും ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ മൈക്രോ ഒബ്സർവർമാർ എന്ന നിലയിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലുണ്ട്. അതിന് പുറമെ ഈ സൂപ്പർവൈസർമാർ അല്ലെങ്കിൽ ഒബ്സർവർമാർ എന്ന നിലയിൽ ഈ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ അത് ഈ സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ പ്രാധാന്യം ഒക്കെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത് പിൻവലിക്കണമെന്നൊരു ആവശ്യമാണ് കപിൽ സിബൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ കോടതി പറഞ്ഞത് കേന്ദ്ര സർക്കാർ ജീവനക്കാരാണെങ്കിലും സംസ്ഥാന സർക്കാർ ജീവനക്കാരാണെങ്കിലും അവരെല്ലാം സർക്കാരിന്റെ ജീവനക്കാരാണ്. അവർ കൃത്യമായി അവരുടെ കടമ നിർവഹിക്കും. മാത്രമല്ല, ഈ നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ് പ്രിസൈഡിംഗ് ഓഫീസർ അടക്കമുള്ള ചുമതലകൾ വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ഈ തൃണമൂൽ പറയുന്ന കാര്യത്തിന് ഒരു അടിസ്ഥാനവുമില്ല എന്നുള്ള ഒരു കാര്യമാണ് കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. പിന്നീടാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ആ ഒരു നിലപാടിൽ ഇടപെടാൻ സുപ്രീം കോടതിയും വിസമ്മതിച്ചത്. ഏതായാലും തൃണമൂലിനെ സംബന്ധിച്ച് വലിയ ഒരു തിരിച്ചടിയാണ് ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. ഏതായാലും 2-ാം തീയതി വോട്ടെണ്ണൽ നടക്കാനിരിക്കുകയാണ്. ഇന്നലെ രാത്രി അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്ന ആവശ്യവുമായി തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഏതായാലും ഇപ്പോൾ ആ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ശരി, വ്യക്തമാണ്. പശ്ചിമ ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായി കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയമിച്ചതിനെതിരായി തൃണമൂൽ കോൺഗ്രസ് നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. കൊൽക്കത്ത ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ കോടതി വിസമ്മതിക്കുകയും ചെയ്യുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ്റ്റോർജാണ്.